നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന കമലാ വിജയൻ, ചേർത്ത് പിടിച്ച് കയ്യിലൊരു പെട്ടിയുമായി നടന്നിറങ്ങുന്ന പിണറായി വിജയൻ, ക്ലിഫ് ഹൗസിന്റെ പടി ഇറങ്ങുന്നതാണ് ആ ചിത്രം. ഇതെന്നേക്കുമായുള്ള പിണറായി വിജയന്റെ പതനമാണെന്ന് വലിയ രീതിയിൽ ഈ ചിത്രം വൈറലാക്കിക്കൊണ്ട് പല ഗ്രൂപ്പുകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് CPM അടിമുടി തോൽക്കുമ്പോൾ, CPM അല്ല, പിണറായി വിജയൻ തോൽക്കുമ്പോൾ, കാരണം ഈ ഒരു തോൽവി അത് സഖാക്കൾ പോലും ഒരുപക്ഷെ അംഗീകരിക്കും. കാരണം പിണറായി വിജയന്റെ ഏകാധിപത്യത്തിൽ നിന്ന് CPM എന്ന പാർട്ടിയെ തിരിച്ചെടുക്കുന്ന ദിവസം കൂടിയാണ് ഇത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയില്ലേ, അതാണ്. പിണറായി വിജയൻ ഇതിലും വലിയ അടി ഇനി കിട്ടാനില്ല ജീവിതത്തിൽ. കാരണം ഇക്കണ്ട കാലം അത്രയും അധികാരത്തിൽ മതിച്ചു പുളച്ച ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ. 16 വർഷക്കാലം പാർട്ടി സെക്രട്ടറി, 10 വർഷത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ പ്രിവിലേജുകളിൽ അഹങ്കരിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ആ മനുഷ്യൻ അഹങ്കരിച്ചു. അധികാരം ഒരു ഭ്രമമായി മാറി പിണറായിക്ക്. PR വർക്കുകാർ തള്ളിമറിക്കുന്ന ഒരു പിണറായി ബിംബം അല്ല. കേരളം ഇന്ന് അടിമുടി ഉടഞ്ഞു വീണ ഒരു പിണറായിയാണ് കണ്ടത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് മറ്റൊന്നുമല്ല, TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് 14 വർഷം തികയുകയാണ്. ആ മനുഷ്യന്റെ രക്തസാക്ഷി ദിനമാണ് ഇന്ന്. KK രമയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു വിജയം അവർക്ക് കിട്ടാനില്ല. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ആ ദിവസത്തിന്റെ ഓർമ്മ ദിവസത്തിൽ തന്നെ പിണറായി വിജയൻ ക്ലിഫ് ഹൗസിന്റെ പടി ഇറങ്ങുന്നു. രാക്ഷസ വാഴ്ചയ്ക്ക് അറുതി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പലരും പിണറായി വിജയന് നേരെ പച്ചയ്ക്ക് വിമർശനം ഉന്നയിക്കുന്നത്. അതായത് രാക്ഷസ വാഴ്ചയ്ക്ക് അറുതി TPയുടെ ഓർമ്മ ദിനത്തിൽ. ഇതൊക്കെയാണ് കാലം കാത്തുവെക്കുന്ന മറുപടികൾ. എത്രയൊക്കെ വലിയ കൊമ്പത്ത് കയറി ഇരുന്നാലും ഇങ്ങ് താഴേക്ക് വീഴും. ജനങ്ങളുടെ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്കണമെങ്കിൽ താഴേക്ക് ഇറങ്ങണമല്ലോ. അതാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. CPMകാർക്ക് ഇതൊരു ഓർമ്മയായിരിക്കണം. ഇതെന്നും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. കാരണം അഹങ്കാരം കൊണ്ട് ജനങ്ങളെ അടിച്ചമർത്താൻ ചെന്നാൽ അവർ തിരിച്ചടിക്കും. എപ്പോഴാണെന്നല്ലേ? ചൂണ്ടുവിരലിൽ മഷി പുരളുമ്പോൾ അവർ തിരിച്ചടിക്കും. ആ തിരിച്ചടിയുടെ വേദന താങ്ങില്ല. ഇനിയിപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവിൻ്റെ ഒരു പാതയായിരിക്കും. കാരണം പഴയ ഒരു പ്രതാപത്തോടെ ആ പാർട്ടിയെ തിരികെ എത്തിക്കുക. ഇവിടുത്തെ ജനങ്ങൾക്ക് CPM എന്ന പാർട്ടിയെ മാറ്റി നിർത്തി മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം കേരളത്തിന് അങ്ങനെ CPMനെ മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. പക്ഷേ പിണറായി വിജയൻ മാറി നിൽക്കണം, അതാണ് ആവശ്യം. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്കും പിണറായിയാണ് വരുന്നതെങ്കിൽ ഈ പാർട്ടിക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് ഏകദേശം വ്യക്തമാകും. കാരണം വീണ്ടും നിങ്ങൾ ആ ഏകാധിപത്യത്തെ അംഗീകരിക്കാൻ ഈ CPMന്റെ അന്തം കമ്മികൾ തയ്യാറാണ് എന്നുള്ളതിന് വ്യക്തമായ ഒരു ചിത്രമായിരിക്കും ഈ പ്രതിപക്ഷ കസേരയിലേക്കും ഇനി പിണറായി വരികയാണെങ്കിൽ. പക്ഷെ അതല്ല, ഇവിടെ ഒരു പൊളിച്ചെഴുത്താണ്. ഈ പാർട്ടിക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു പൊളിച്ചെഴുത്താണ് ആവശ്യം. ആ ഒരു പൊളിച്ചെഴുത്തുണ്ടാകട്ടെ. അതിന് ഈ 5 വർഷക്കാലം നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കാം. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആവേശത്തിലാണ്. 10 വർഷം പുറത്തുനിന്ന് വീണ്ടും അധികാരത്തിൽ കയറുന്നതിൻ്റെ വലിയൊരു ആവേശം അവർ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. TP ചന്ദ്രശേഖരൻ കൊടുക്കുന്ന മറുപടിയായിട്ട് കൂടി നമുക്കിതിനെ കാണാം. കാരണം ചിതറിച്ചു കളഞ്ഞു ആ മനുഷ്യനെ. പാർട്ടിയെ എതിർത്തു എന്നുള്ളതാണ് തെറ്റ്. എന്താണ് എതിർത്തത്? പാർട്ടിയിലെ ചില നീതികേടുകളെ ചോദ്യം ചെയ്തു, പുറത്തുപോയി ഒരു പാർട്ടി രൂപീകരിച്ചു. അതാണ് TP ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റ്. ആ തെറ്റിന് ആ മനുഷ്യന്റെ മുഖം എത്രത്തോളം വികൃതമാക്കാമോ അത്രത്തോളം നിങ്ങൾ വികൃതമാക്കി. പക്ഷേ ജനങ്ങൾ തിരിച്ചടിച്ചു. ഈ 10 വർഷക്കാലം നിങ്ങൾ TP ചന്ദ്രശേഖരന്റെ അതേ അവസ്ഥയാണ് കേരളത്തിലെ ജനങ്ങൾക്കും കൊടുത്തത്. അതായത് എത്രത്തോളം വികൃതമാക്കാമോ അത്രത്തോളം വികൃതമാക്കി. വികസന പ്രവർത്തനങ്ങളുടെ കാര്യമല്ല പറയുന്നത്. ഏകാധിപത്യം കൊണ്ട്, അഹങ്കാരം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ വെറുപ്പിച്ചു ഈ പാർട്ടി. അതിനൊക്കെയുള്ള മറുപടിയാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എക്സാക്ട് പോളാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യവും കൂടി എടുത്തു പറയാനുള്ളത്, ഇടതും വലതും കൂടി NDAക്ക് ഇവിടെ അവസരം ഉണ്ടാക്കി കൊടുത്തു. അവരൊരു 4 സീറ്റ് വരെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എന്തായാലും അവർ ഒരു സീറ്റെങ്കിലും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 3 സീറ്റ് വരെ ആയിരുന്നു എക്സിറ്റ് പോളിൽ പ്രവചനം ഉണ്ടായിരുന്നത്. ആ ഒരു സംഖ്യയിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്കുള്ള സ്പേസ് ഒരുക്കി കൊടുത്തത് ഇവിടുത്തെ CPMും UDFും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ 10 വർഷത്തെ രാക്ഷസ വാഴ്ചയ്ക്ക് ജനാധിപത്യത്തിന്റെ ഉൾക്കരുത്തുകൊണ്ട് അറുതി വരുത്തുന്ന ഈ സുദിനത്തിൽ തന്നെ TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വ ദിനവും. ഇത് കാലത്തിന്റെ കാവ്യനീതി അല്ലാതെ മറ്റെന്താണ്?
ഇവ രണ്ടും ഭൂമിയെ കോൾമയിർ കൊള്ളിക്കാൻ ഒരേ ദിവസം പ്രകൃതി അണിയിച്ചൊരുക്കി തന്നതിൽ ആരോടാണ് നാം നന്ദി പറയേണ്ടത്? ടിപിയുടെ ജീവൻ അതിപൈശാചികമായി വെട്ടിമുറിച്ച് കഷ്ണം കഷ്ണമാക്കി തെരുവിലെറിയാൻ മാത്രമല്ല, ആ മുഖം കാഴ്ചക്കുറവുള്ള പെറ്റമ്മ എത്ര അവധാനതയോടെ മുഖത്ത് തലോടിയാലും കൂട്ടിച്ചേർക്കപ്പെടരുതെന്ന് വാടക ഗുണ്ടകളോട് കൽപ്പിച്ച നൃശംസന് ഭരണസിരാ കേന്ദ്രത്തിന്റെ തിരുമുറ്റത്ത് വന്നു നിന്ന് 2 ദിവസം മുൻപ് കണ്ണീർ പൊഴിക്കേണ്ടി വന്നത് എന്ത് ദിവ്യശക്തി കൊണ്ടെന്ന് ആരെങ്കിലും ഇനിയെങ്കിലും ചിന്തിക്കുമോ? പിണറായി വിജയനെ കടന്നാക്രമിച്ചുകൊണ്ട്, പിണറായി വിജയനെ തൻ്റെ ഉള്ളിലുള്ള രോഷം മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് പിണറായിക്കെതിരെ ഒരു കുറിപ്പിട്ടിരിക്കുകയാണ് ശക്തിധരൻ. ശക്തിധരനാണ് ഇന്ന് ടിപിയുടെ രക്തസാക്ഷി ദിനമാണ്. ആ ദിവസം തന്നെ ഈ ഒരു വിധിയെഴുത്തുണ്ടായത് കാവ്യനീതിയാണെന്ന് കുറിച്ചിരിക്കുന്നത്. ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റിലെ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. പ്രകൃതിയിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. കെ രമയെ നിയമസഭയുടെ ശ്രീകോവിലിനുള്ളിലിട്ട് ഭേദ്യം ചെയ്തപ്പോൾ അത് തടയാനോ അരുതെന്ന് പറയാനോ രമയെ ആശുപത്രിയിൽ കിടക്കയിലെത്തിച്ച് മനുഷ്യ സഹജമായ ആശ്വാസ വാക്കുകൾ ഉരുവിടാനോ കൂട്ടാക്കാതെ ഒരു ഹിംസ്ര ജന്തുവിനെ പോലെ മാറി നിന്ന ഒരു മുഖ്യമന്ത്രിയാണ് 10 വർഷം വലങ്കയ്യായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൂർണ്ണ പിൻബലത്തോടെ അർമാദിച്ച് ഭരിച്ചത്. മോദി ഇല്ലായിരുന്നുവെങ്കിൽ എത്ര വട്ടം കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വരുമായിരുന്നു ഇയാൾക്ക്. അതിൻ്റെ അഹന്തയിലാണ് സഭയിൽ അടികൊണ്ട് വീണ രമയുടെ മുഖത്ത് നോക്കി ആസ്ഥാന വിധവേ എന്ന് എം മണി വിളിച്ചത്. മാധ്യമങ്ങൾ എത്ര മൃദു സമീപനമാണ് ഭരണപക്ഷത്തെ വെള്ളപൂശാൻ ഈ കാലയളവ് മുഴുവൻ എടുത്തതെന്നും ആലോചിക്കണം. അതേക്കുറിച്ച് കൂടുതലൊന്നും ഇവിടെ എഴുതുന്നില്ല. എനിക്കും ഏറെ പ്രിയപ്പെട്ടവനാണ് സഖാവ് പിണറായി വിജയൻ. നിയമസഭയിലോ പുറത്തോ പിണറായി വിജയൻ എവിടെയെങ്കിലും തൊഴിലാളി വർഗത്തെ വഞ്ചിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചെയ്യാത്ത കുറ്റം ചാർത്തി മലയാള മനോരമ 4 വ്യാജരേഖാ നിർമ്മാണ കേസുകൾ എനിക്കും പിണറായി വിജയനും മറ്റുമെതിരെ കോടതിയിൽ കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഞാനും പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ടി വന്നത് എൻ്റെ പാർട്ടി ഉത്തരവാദിത്തം കൊണ്ടാണ്. ആ കേസ് മനോരമ ആവശ്യപ്പെട്ട പ്രതിഫലം കൊടുത്ത് ഒതുക്കിയിരുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഒരു മരീചികയാകുമായിരുന്നു. സത്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത ആരോപണങ്ങളാണ് മനോരമയെക്കുറിച്ച് ദേശാഭിമാനി എഴുതിയത്. KM മാത്യുവിന് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന പിടിവാശിയായിരുന്നു. പ്രായാധിക്യം കൊണ്ട് അവശനായിരുന്നിട്ടും KM മാത്യു ഒരു തവണ പോലും കോടതിയിൽ ഹാജരാകാതിരുന്നിട്ടില്ല. അവസാനം കേസ് മനോരമ വിലപേശി ഒതുക്കി. മനോരമയ്ക്ക് ഞാൻ ചതുർത്ഥിയായ പത്രപ്രവർത്തകനായതുകൊണ്ട് മാത്രമായിരുന്നു എന്നെ പ്രതിയാക്കിയത്. പറഞ്ഞുവെന്നത് പിണറായി വിജയനോടുള്ള കടപ്പാടുമായി താരതമ്യം ചെയ്യുമ്പോൾ TP അന്ന് എനിക്കാരുമല്ല. എനിക്ക് TP രൂപം കൊടുത്ത വിപ്ലവ പ്രസ്ഥാനവുമായി അടുപ്പമോ അകൽച്ചയോ ഇല്ല. പക്ഷേ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളോടുള്ള കൂറിൽ മാത്രമല്ല, സത്യമേവ ജയതേ എന്ന തത്വം മുറുകെ പിടിച്ചിരുന്ന ലക്ഷണമൊത്ത സഖാവായിരുന്നു TP. അണുവിട അതിൽ വിട്ടുവീഴ്ചയ്ക്ക് TP തയ്യാറായിരുന്നില്ല. TP അല്പം ചാഞ്ചാടിയിരുന്നുവെങ്കിൽ ജീവൻ വിലയായി കൊടുക്കേണ്ടി വരില്ലായിരുന്നു. ആ നിശ്ചയദാർഢ്യമാണ് TPയുടെ ചങ്ക്. TP നമ്മോട് ഒപ്പമില്ലെങ്കിലും എല്ലാം ഏതോ പ്രകൃതി ശക്തികൾ അതെല്ലാം എത്തേണ്ടിടത്ത് എത്തിക്കുന്നുണ്ട്. ഇനി വേണ്ടത് KK രമ നിയമസഭയിൽ ഒരു പടവ് കൂടി കടന്ന് കാരണഭൂതനെന്ന് അവകാശപ്പെടുന്ന പാഴിൻ്റെ മുന്നിലൂടെ സല്യൂട്ട് വാങ്ങി നീങ്ങുന്ന ചിത്രം കാണാൻ ജനം കാത്തിരിക്കുന്നുണ്ടാകും. അത് നിറവേറ്റപ്പെടണം. അത് വൈകിക്കൂടാ. അത് രാഹുൽജിയുടെ കൂടെ സംഭാവനയാണ്. ഇന്ത്യ മുഴുവൻ അതൊരു വിളംബരമായി മുഴങ്ങണം. വരട്ട് തത്വവാദങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. നമ്മളുടെ മുന്നിൽ ഒരു നൃശംസൻ ജയിക്കാൻ പാടില്ല. ഇതായിരുന്നു ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റ്. ആ പോസ്റ്റിൽ TPയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ശരിയാണ്, ആ മനുഷ്യൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളാണ്. പാർട്ടിയിലെ തെറ്റുകളെ എതിർത്തതിന് ആ പാർട്ടി തന്നെ ഇല്ലാതാക്കിയതാണ് ആ മനുഷ്യനെ. അതിന് ചുക്കാൻ പിടിച്ചത് ആരാണ് എന്നുള്ളത് ഇവിടെ കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ക്രൂരകൃത്യം ചെയ്തവർ ജയിലിൽ സുഖലോലുപതയിൽ കഴിയുന്നതും നമ്മൾ കണ്ടതാണ്. ആരുടെ കാലത്താണ് അവർക്ക് ഇത്രയും വലിയ സൗകര്യങ്ങൾ കിട്ടിയതെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. KK രമ നിരന്തരം നിയമസഭയിൽ ഉയർത്തിയ വലിയ ആരോപണം TP കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് ജയിലിൽ വലിയ സുഖ സൗകര്യങ്ങൾ കിട്ടുന്നു എന്നുള്ളതായിരുന്നു. KK രമ ഇത് പറയുമ്പോഴെല്ലാം പാർട്ടി അടിമകൾ അവരെ കൊത്തിപ്പറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് KK രമയുടെ വലിയ വിജയം കൂടിയാണ്. TP ചന്ദ്രശേഖരനെ വെട്ടിച്ചിതറിച്ച് ബന്ധുക്കളുടെ മുന്നിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുമ്പോഴും ആ കുടുംബം അലമുറയിട്ട് കരയുമ്പോഴും പിണറായി വിജയൻ എന്ന ചങ്കില്ലാത്ത മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, കുലംകുത്തി എന്ന്. കുലംകുത്തി എന്നും കുലംകുത്തിയാണെന്ന്.
ശരിക്കും ആരാണ് കുലംകുത്തി? ഈ ഒരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്ത് കുടുംബത്തെ അങ്ങ് കൊട്ടാര വാഴ്ചയിലേക്ക് എത്തിച്ച പിണറായി നിങ്ങളല്ലേ ശരിക്കും കുലംകുത്തിയാകുന്നത്? ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്തു, ഈ പാർട്ടിയുടെ കഴുക്കോലൂരി, ഈ പാർട്ടിയെ സർവ്വത നശിപ്പിച്ചില്ലായ്മ ചെയ്ത പിണറായിക്ക് നേരെ എന്ത് വാക്കാണ് അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പറയേണ്ടത്? ചന്ദ്രശേഖരന്റെ കൊലപാതകം കേരളം ഒരിക്കലും മറക്കില്ല. കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം വികൃതമായ ഒരു കൊലപാതക രീതി ഇന്നോളം കണ്ടിട്ടുണ്ടാകില്ല കേരളം. അത്രത്തോളം പൈശാചികമായിരുന്നു ആ മനുഷ്യനെ, അത്രത്തോളം പൈശാചികമായാണ് കൊലപ്പെടുത്തിയത്. RMP നേതാവ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 14 വർഷമാണ് തികയുന്നത്. 2021 മെയ് 4-നായിരുന്നു TP ചന്ദ്രശേഖരൻ കൊലക്കത്തിക്കിരയായത്. അക്രമ രാഷ്ട്രീയം ഇല്ലാതാകേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണ് TPയുടെ ഓരോ ഓർമ്മ ദിനവും. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ ചന്ദ്രശേഖരന്റെ കൊലപാതകം. കാറിലെത്തിയ അക്രമി സംഘം വടകര വള്ളിക്കാട് ജംഗ്ഷനിൽ വെച്ച് ചന്ദ്രശേഖരനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. CPIM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചന്ദ്രശേഖരൻ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ നേതൃത്വവുമായി കലഹിച്ച് 2009 പാർട്ടി വിടുകയും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഒഞ്ചിയം പഞ്ചായത്തിന്റെ ഭരണമടക്കം CPIMന് നഷ്ടപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ചന്ദ്രശേഖരൻ മത്സരിച്ചതും 23,000-ഓളം വോട്ട് നേടിയതും CPIMനെ പ്രതിസന്ധിയിലാക്കി. കൊലപാതകത്തിൽ 3 CPIM നേതാക്കൾ ഉൾപ്പെടെ 12 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് CPM ആവർത്തിക്കുമ്പോഴും TPയുടെ ഭാര്യ KK രമ UDF പിന്തുണയോടെ RMP സ്ഥാനാർത്ഥിയായി വടകരയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത് CPIMനും അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്തായാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കണ്ടത്. എന്തായാലും പിണറായി വിജയന് ഈ തിരിച്ചടി, അത് ജനങ്ങൾ കൊടുക്കുന്ന തിരിച്ചടി, അതിനോടൊപ്പം തന്നെ TP കണക്ക് വീട്ടുന്നത് കൂടിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.